I just want everybody to just read this verse together. നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. I wanted to say that again. I believe as you're saying this now, you will, whatever healing that you're expecting. Yes. God was telling me like the last week, like while I was preparing this message, and God said, when you start reading this, you're going to experience miracles. You're going to experience healing right now, right now. I believe that. Just like say with me, നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരാൽ നമ്മൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. 2000 വർഷം മുമ്പേ ഞങ്ങൾക്ക് സൗഖ്യം തന്നതാണ്. ആ സൗഖ്യം ഇന്ന് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓരോരുത്തരുടെ ശരീരങ്ങളെ ഇപ്പോൾ ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. യേശു ഇത് നമ്മുടെ നടുവിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഹല്ലേലൂയ, ആ സൗഖ്യദായകൻ. ഹല്ലേലൂയ, 2000 വർഷം മുമ്പേ ഹല്ലേലൂയ എൻ്റെ പാപത്തെ യേശുവിൻ്റെ ശരീരത്തിൽ വഹിച്ച് ക്രൂശിന്മേൽ കയറി എൻ്റെ പാപത്തിന് വേണ്ടി അവൻ അടികൊണ്ടു. അതുകൊണ്ട് ഇന്ന് അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ യേശു തന്നെ ഇന്ന് ഹല്ലേലൂയ നമ്മുടെ നടുവിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ ഏൽപ്പിക്കണം. അവിടെ ശരീരത്തെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ യേശുവിൻ്റെ ആരോഗ്യത്താൽ ഇപ്പോൾ നിറയ്ക്കുമാറാകണമേ. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നമുക്ക് അവർക്ക് ഇരിക്കാം. I believe tonight some of you are going to receive the healing that Jesus gave to the whole human race 2000 years ago. 2000 വർഷം മുമ്പേ യേശു മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തത് മൊത്തം, മാനവജാതിക്ക് വേണ്ടി മൊത്തം യേശു ഏകൻ്റെ പാപത്താൽ മാനവജാതി മൊത്തം പാപിയായി തീർന്നെങ്കിൽ ഏകൻ്റെ മരണത്താൽ ഉയർത്തെഴുന്നേൽപ്പിനാൽ സകല മനുഷ്യരും നീതിമാനായി ജീവിക്കുവാനുള്ള പ്രൊവിഷൻ ദൈവം നമുക്ക് തന്നു കഴിഞ്ഞു. പുതിയ നിയമത്തിൽ പുതിയ നിയമസഭയിൽ ഇന്ന് പുതിയ നിയമസഭയിൽ ഒരു ഉപദേഷ്ടാവെന്ന് പറയുന്ന ഒരു വ്യക്തി ഉപദേശിക്കേണ്ട എന്തെന്ന് ചോദിച്ചാൽ കാൽവറി ക്രൂശിൽ എന്തോ നിനക്ക് സംഭവിച്ചു. വാട്ട് ഹാപ്പൻ ടു യു ഓൺ ദ ക്രോസ്? So if a person is struggling with the sickness, if a person is struggling with the sin issues, what I am and you are going to help him is that you're dead, brother. Though you may be feeling that you are full of sin, but start believing. You are in Christ. You have a new identity in Christ. You're dead to sin. It's not talking about little bit sin. Okay, you can do this sin. You're putting a box and saying that, oh, ornament idunnu sin na. No. This is talking the heart level. I want you to get this point. ഹൃദയം കൊണ്ട് വരുന്ന പാപത്തെക്കുറിച്ച് ഞാൻ ഈ പറയുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് I can manage the sin. Okay, വിശുദ്ധി എന്ന് പറയുന്നത് these things that if I go to church, if I fast 3 days a month, and if I take all the ornaments out and I give it to the poor, the things that we are doing to reach to some level of holiness. But God is saying you're dead to sin. Believe. യേശുക്രിസ്തു ശിഷ്യന്മാര് യേശുക്രിസ്തുവിനോടൊരു ചോദ്യം ചോദിച്ചു. ദൈവത്തിൻ്റെ what shall we do to have the work of God? ഞങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളിൽ വരണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു എന്താ പറഞ്ഞറിയാ? Believe the one whom God has sent. തൻ്റെ പുത്രനായ ദൈവത്തെ അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നതാണ് the work of God. രാജാവ് പുറത്തോട്ട് പോയി മകൻ തെരുവിലിറങ്ങി പിള്ളേരോട് കൂടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പറയുന്ന വൃത്തിയുടെ ഭാഷ ആ രീതിയിൽ പറഞ്ഞുകൊണ്ട് രാജാവ് തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ ഈ പ്രവൃത്തിയും സംസാരമൊക്കെ കേട്ടു വിളിച്ചുകൊണ്ടിരുന്നു. മനസ്സിലാക്കി രാജാവിൻ്റെ ഈ ഒരു പ്രിൻസാണ്, രാജകുമാരനാണ്. രാജകുമാരൻ്റെ ലെവലിൽ
ചേരാത്തതൊന്നും നിന്റെ വായിൽ നിന്ന് വരരുത്, നിന്റെ സംസാരത്തിലുണ്ടാകരുത്, നിന്റെ പ്രവൃത്തിയിലുണ്ടാകരുത്. നീ ആരാണെന്നുള്ള ബോധ്യം നിനക്കുണ്ടാവണം. അതുണ്ടായിട്ടുണ്ട്. അതല്ലാതെ പോയാൽ നീയും അവരെ പോലെ ഒന്നായിത്തീരും. നിനക്ക് അതുപോലെ ആകണമെന്നുണ്ടെങ്കിൽ ഓടിക്കോളും. അത് തന്നെ. അതിനുശേഷം പുള്ളി ഒരിക്കലും അവരോട് ഇടപഴകും. പക്ഷേ പ്രവൃത്തി വലിയ, സംസാരത്തിൽ വലിയ വ്യത്യാസം. അപ്പോൾ അവരെപ്പോഴും ഒരു ചിന്തയുണ്ട്, പൂർണ്ണമായി ഐ ആം എ പ്രിൻസ്, son of a king. I cannot be equal with the other ordinary children. ആ ഒരു അനുഭവമാണ് ഒരു രക്ഷിക്കപ്പെട്ട ദൈവകരായ ഒരു വ്യക്തിക്ക് ഉള്ളത് അല്ലേ ഉണ്ടാകുന്നത്. അത് റിയലായിട്ടും സംഭവിച്ചതാ. പറഞ്ഞാല് ആ വ്യക്തി എന്ന് പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അദ്ദേഹത്തിന്റെ പിതാവ് പ്രിൻസ് കിങ് ഫിലിപ്പ് ആണ് അത് പറഞ്ഞത് അവനോട്. സോ ഹി കോൺകേർഡ് ആഫ്റ്റർ ദാറ്റ് ഓൾമോസ്റ്റ് ഓൾ വേൾഡ്. ആഫ്റ്റർ ദാറ്റ് ഹി കോൺകേർഡ്. ഇന്ന് ഈ പറഞ്ഞത് തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ആരാണ് ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി, ഇന്ന് ഞാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാനിന്ന് ലോകത്തിൽ സാധാരണ ആൾക്കാർ ജീവിക്കുന്ന പോലെ ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഈ ലോകത്തിൽ രക്ഷിക്കപ്പെടാത്ത ആൾക്കാരും രക്ഷിക്കപ്പെട്ട ആൾക്കാരും തമ്മിൽ ജീവിതത്തിൻ്റെ സ്റ്റൈൽ നോക്കിയാൽ നമ്മൾ ഒന്നും ഡിഫറൻസ് കാണുന്നില്ല. Why? Because you might see better people who are not born again. രക്ഷിക്കപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ. ഈ ജ്ഞാനത്തിൽ, ഈ പുതിയ ഐഡന്റിറ്റിയിൽ വളർന്നിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളാൻ. പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യേശുവിന് സമനായിട്ട്, യേശുവിനെ പോലെ നമുക്കകത്തിരിക്കുകയാണ്. അതാണ് നമ്മൾ. ഞാൻ പാപത്തിന് മരിച്ചവനാണ്, ഇനി എൻ്റെ അടുത്ത് ന്യായപ്രമാണം കൊണ്ട് വരണ്ട. ഈ മരിച്ച ഒരു വ്യക്തിക്ക് ഇനി എന്തോ ലൈസൻസ് കൊടുത്തിട്ട് കാര്യമില്ല. Are we getting it? Okay, now since we get there, ഞാൻ വേറൊരു കാര്യമാണ് പറയാൻ വന്നത്. പക്ഷേ ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് there. ഇവിടെ തന്നെ പോകാം. ഇനി അപ്പം ഒരു കാര്യം യേശുവിൽ 2000 വർഷം മുമ്പേ ഒരു കാര്യം മനുഷ്യവർഗത്തിന് നടന്നു കഴിഞ്ഞു. ഇനിയും ആ യേശുവിൽ നടന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ only believing. അതുകൊണ്ട് പറയുന്നത്, ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ പറയും, so you saying nothing has to done, you don't have to do anything. Yes. അപ്പോഴേ അവർക്ക് പറയും, ഓ ഇതെന്താ എന്നെ പറയുന്നത്, you don't have to do it, you can't do anything. ഒന്നാമത്തെ കാര്യം, നിനക്ക് എത്ര നാളായി പാപത്തിന് വേണ്ടി നീ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? നിനക്ക് എന്തെങ്കിലും വിടുതലുണ്ടോ? എനിക്ക് എന്നെ തന്നെ അറിയാം, പലരെ എനിക്കറിയാം, വർഷങ്ങളായിട്ട് ഫൈറ്റ് ചെയ്യുക. ഈ പാപം ആ പാപം പോകത്തില്ല മോനെ, പോകത്തില്ല. ദേഷ്യം തന്നെ. എനിക്ക് ദേഷ്യം മാറണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ 10 ഡിഫറെൻറ്റ് വേയിൽ ഞാൻ ദേഷ്യത്തെ ഫോക്കസ് ചെയ്യാൻ ദേഷ്യം കൂടത്തേ ഉള്ളൂ. The only solution is look into the cross. Oh Jesus, when you were dead to sin, I am dead to sin. You grow in that knowledge. ആ ഗ്രോത്തിൽ വളരെ നോക്കുക. അതുപോലെ തന്നെയാണ് രോഗശാന്തി. എൻ്റെ മേൽ വരേണ്ട അടി യേശു ഏറ്റെടുത്തു. അതിനാൽ എൻ്റെ മേൽ രോഗം വരാൻ പറ്റത്തില്ലെന്ന് ബിലീവ് ചെയ്യും. ഇപ്പം ഒരു പക്ഷേ you might be taking 10 different medications. You might be going to the doctor like every week. But start growing in the knowledge. No matter what you're experiencing now, യേശുവിൻ്റെ മേൽ എൻ്റെ, and I'm going to get that verse again, because that verse is what God told me that you focus on that verse today. 2 Peter 2, 1 Peter 2. നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനെ, പാപസംബന്ധമായി മരിക്കാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. പാപത്തിൽ ഇനിയും അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്നല്ല, നീ മരിച്ചെന്നാ. ദൈവം ആഗ്രഹിക്കുന്നത് പാപത്തിൽ നിന്നൊരു മരണം ആഗ്രഹിക്കുന്നത്.
Are you seeing that? നമ്മൾ ഈ ന്യായപ്രമാണം കൊണ്ടുവന്ന് അതിനേക്കാൾ വേഴ്സായിട്ടാണ് കൊണ്ടുവന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നിന്നിൽ നിന്ന് ഒരു പാപം വരരുത്. Just like Jesus, he's expecting from you. If you are a born again believer, his expectation is that grow in the knowledge of Christ and walk like him. ദൈവം അത് ആഗ്രഹിക്കുന്നത്. There is no excuse. I did this. That's what I look at the maybe on some day God will say, I did this. I did it. You didn't believe it. The solution for your sins, the solution for sickness is that look into Jesus. ഇത് തന്നെയാണ് പഴയ നിയമത്തിൽ. യു ക്യാൻ സീ ദാറ്റ് പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കള് പാമ്പ് കടിയേറ്റ് മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കാണ് മോശയോട് ദൈവം പറഞ്ഞത് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി whoever look unto the bronze serpent they will be alive. കടിയേറ്റ് മരിക്കുക. Only look unto the cross. Only look into that bronze pole. Whoever look at them, they become alive. Same thing. Whatever you're struggling, sin, sickness, look into the cross. Look into the cross. Maybe nobody is going to agree with you, whatever you're believing. This is one of the challenges that I faced in my own life. Nobody is going to agree with you. This is why you and Jesus is all alone standing for the truth. Nobody is going to agree with you. But if God has revealed to you that truth, you don't need anybody's support. You can stand. Yes, I believe that. Are you seeing that? Your doctor is going to say the opposite. Your maybe wife, your maybe kids may be saying the opposite. Can you stand on the truth? അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. അതിനകത്ത് ഒരു ക്വസ്റ്റ്യനും ഇല്ല. സൗഖ്യം വന്നിരിക്കുന്നു. I may be experiencing different, but even though I may be experiencing totally different, but I'm growing in the knowledge. There is a day I'm going to walk like Jesus. Because I'm growing in that knowledge. Did you see that? Huh? Let's get to the okay. This is the verse like ഇന്നത്തെ ദിവസത്തെ just take this like പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. ഇനി there is no excuse. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് there is no excuse. ഇന്ന് നമ്മുടെ സഭകളിൽ പാപം പെരുകുന്നതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ന്യായപ്രമാണോ വീണ്ടും പ്രീച്ച് ചെയ്യുന്നത്. ഇതാണ് പ്രീച്ച് ചെയ്യേണ്ടത്. നീ മരിച്ചെന്ന് പ്രീച്ച് ചെയ്യേണ്ടതിന് പകരം നീ 10 കൽപ്പന കൊണ്ടുവന്നിട്ടല്ല, നീ മരിച്ചവൻ ഇനി പ്രമാണത്തിന്റെ ആവശ്യമില്ല. You're dead to the law. Christ is the end of the law. മനസ്സിലായി. അതുകൊണ്ടായിരിക്കും പൗലോസിനോട് പറഞ്ഞ് എന്റെ കൃപ നിനക്ക് മതി. പൗലോസ് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഈ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോഴും യേശു റിവീൽ ചെയ്ത് എന്റെ കൃപ നിനക്ക് മതി. അതിൽ വിശ്വസിച്ച് പൗലോസ് സുഖമായി. പൗലോസ് ഇത്രയും ലോകത്തിൽ ഇത് വെളിപ്പെടുത്തിയ പൗലോസിനോട് ചിലപ്പോൾ കർത്താവ് ചോദിച്ചാണ്, എൻ്റെ കുഞ്ഞെ പൗലോസ്, നീ ഇത്രയും വെളിപ്പാട് നിനക്ക് കിട്ടിയിട്ട് നീ എന്തിനാ എന്നോട് ഇത് ചോദിക്കുന്നത്? നിനക്കകത്തിരിപ്പുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാ. ഞാനത് പറഞ്ഞത് ഇതൊക്കെ ആയിട്ട് ഒരു മനുഷ്യനും പോലും തെറ്റ് ചെയ്യാതിരിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പച്ച എത്ര പേര് ഇത് പഠിപ്പിക്കുന്നുണ്ട്? എത്ര പേര് ഇത് അറിഞ്ഞ ആ അറിവിൽ. That's what I'm saying. The world is not going to agree with you. Even your body won't agree with you, but you have to agree. I'm just contradicting you by asking certain silly questions. No, that's fine. Okay, ഇനി ഞാൻ പറയാം. What is the problem എന്താന്ന് ഞാൻ പറയാം. Okay, പെട്ടെന്ന്. Okay, I'm not talking about. Okay. I explained this I think in the last meeting also I explained it because it's so powerful and it is so important. So I'm going to stay on this couple of verses for maybe how long it takes. Knowing this, that our old man is crucified with him, that the body of sin might be destroyed. The body of sin. ഈ ശരീരത്തിനകത്ത് പാപരാഗങ്ങളുണ്ട്. ഇത് യേശു പാപം കൊണ്ടുപോയി. പക്ഷെ അത് നശിക്കണമെന്നുണ്ടെങ്കിൽ എന്നിൽ അതിൻ്റെതായ ആക്ടിവിറ്റി അത് കംപ്ലീറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നോയിങ് ദിസ്, അറിവിൽ എനിക്കിത് അറിയണം. യേശു കാൽവരി ക്രൂശിൽ പോയപ്പോൾ എൻ്റെ പാപം കൊണ്ടുപോയി എന്ന് ഞാൻ ജസ്റ്റ് ഒരു ട്രൂത്ത് പോരാ. അപ്പൊ അതിനകത്ത് വളരാൻ തുടങ്ങണം. See, there's a problem is like നമ്മൾ വിചാരിക്കും ഇത് ഞാൻ 2001 ഞാൻ ഈ പ്രസംഗം കേട്ടോ, പക്ഷെ I don't see any change. Did you grow in the knowledge?
എന്നെ ദൈവം ഒരു കാര്യം എന്നെ കാണിച്ചാൽ പറയാം, ഇത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. നോ, ഇത് നീ വളരാൻ തുടങ്ങുമ്പോഴത്തേക്കില്ല ഈ പ്രഗ്നന്റ് ലേഡീസിനോട് യു നോ ദാറ്റ് സംതിങ് ഇസ് ഗ്രോയിങ് ഇൻസൈഡ് ഓഫ് യു. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് ഞാൻ അറിയാം. ഇത് വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ യു ടോക്ക് ഡിഫറെൻറ്റ്, യു വാക്ക് ഡിഫറെൻറ്റ്, യു ഡു എവറിത്തിങ് ഡിഫറെൻറ്റ്. ഇത് വളരാൻ തുടങ്ങുന്നതും ഹെഡ് നോളജും ഇസ് എ ബിഗ് ഡിഫറൻസ്. Head knowledge, you will walk, you will preach, you will do everything, but വളരാൻ തുടങ്ങുമ്പോൾ അകത്ത് കുഞ്ഞ് വളരാൻ തുടങ്ങുമ്പോൾ അറിയാം, ചവിട്ടാൻ തുടങ്ങും. ഇങ്ങനെ നമുക്കറിയാം ഇത് വളരാൻ തുടങ്ങി. ഞാൻ ഓർക്കരുത്, ഞാൻ ആ 1 Peter 2:24 കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഇത് വളരാൻ തുടങ്ങി. നമുക്കാണ് ഇത് വളരാൻ തുടങ്ങി. ഇത് വളരാൻ തുടങ്ങുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ any other thoughts that doesn't agree with that will say no. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നുണ്ടോ? അകത്തുനിന്ന് ഒരു കുഞ്ഞ് അകത്ത് ഉരുവാകുന്നത് പോലെ ഈ സത്യം അങ്ങോട്ട് വളരാൻ തുടങ്ങും. ഈ വളർച്ച അങ്ങോട്ട് മൂക്കുമ്പോഴേ നമുക്കറിയാം വി സ്റ്റാർട്ട് വാക്കിംഗ്. യെസ്, ഈ 5 സെൻസിലും എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് വന്നാലും ഈ 5 സെൻസ് നമ്മൾ ബിലീവ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇത് വളർന്നൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ആ 5 സെൻസിനെയും പറയാം forget it. Are you seeing that? ഈ 5 സെൻസിനെയും ഈ 6ാമത്തെ സെൻസ് ഈ വിശ്വാസം എന്ന് പറഞ്ഞ ഫെയ്ത്ത് അങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ 5 സെൻസ് ഐ ഡോണ്ട് കെയർ what I'm seeing, I walk by faith. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. my righteous shall live by faith. ഇതിനൊരു there is no other way. This is the only way. The faith. Are you seeing it? നോക്കണം, നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്, പാപശരീരം ഇപ്പോഴും ഉണ്ട്, അതിന് നീക്കം വരണമെന്നുണ്ടെങ്കിൽ യേശു കാൽവറി ക്രൂശിൽ ചെയ്തു. നോയിങ് ദിസ്, ആ നോളജിൽ ഞാൻ വളരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആണ് ഐ സീ ദ ഡിഫറൻസ്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് എ ബുക്ക്. The Bible is not a book, it's the real life. I'm receiving the life of Christ. Every day I'm receiving the life of Christ and I'm seeing the difference. അത് വരുമ്പോഴത്തേക്കാണ് യഥാർത്ഥ സുവിശേഷ വേലക്കാരനായിട്ട് തീരുന്നതെന്ന് പറഞ്ഞാൽ ഇനി ആരും നിന്നോട് പറയണ്ട നീ സുവിശേഷം പറയണമെന്ന്. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. നീ കാണുന്നവരോടും നീ എല്ലായിടത്തും ചെന്ന് ഇതേ പറയാനുള്ളൂ. ബിക്കോസ് യു നോ സംതിങ് ഇസ് ഗ്രോയിങ്. Something is like a manifesting in your life. അപ്പോൾ നീ ജോലിയുള്ളവർ പറയും നിറയെ ഇത് പറയാൻ വേണ്ടി ഞാൻ ഇന്ന് 5 പേരോട് ചോദിച്ചു. No, it just happens. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? It just happens. Like you're so much strong in that knowledge. വന്നു കഴിയുമ്പോഴത്തേക്കില്ല ഇത് അറിയാതെ അങ്ങ് വരുവാ, നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത് ഞാൻ സുവിശേഷത്താൽ ഞാൻ ബദ്ധനായി തീർന്നിരിക്കുക. ഞാൻ അതിനകത്ത് I am a born servant, born slave to it, because I am so much entangled with this so great gospel. I cannot come out from it. Are you seeing it? അങ്ങനെ ഒരു വ്യക്തി വളരുമ്പോഴാണ് സുവിശേഷ വേലയ്ക്കകത്ത് നമ്മൾ താനെ ഇറങ്ങുന്നത്. അല്ലാതെ ഇറ്റ്സ് നോട്ട് എ ഡിസിഷൻ, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. ഓക്കെ, നൗ ഇനി ഇതാണ് നാം ഇനിയും പാപത്തിന് അടിമപ്പെടാനും പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അറിവ്. ഇന്ന് ദൈവസഭയിൽ പ്രസംഗിക്കുന്ന ആള് അല്ലെങ്കിൽ ദൈവവചനം ടീച്ച് ചെയ്യുന്ന ആള് ഇതാണ് പറയേണ്ടത്. There is no subject outside Christ. അപ്പച്ച ഞാൻ ഈ പറയുന്നതിനകത്ത് ഇപ്പൊ അപ്പച്ചനകത്തോട്ട് വിശ്വാസം കയറിക്കൊണ്ടിരിക്കുക. ഈ ഞാൻ ഇപ്പൊ പറയുന്നത് ട്രൂത്ത് ആണെങ്കിൽ ആ ട്രൂത്ത് അപ്പച്ചൻ ഏറ്റെടുക്കുമ്പോൾ അപ്പച്ചനകത്തോട്ട് ഇത് കയറിക്കൊണ്ടിരിക്കുക. അപ്പച്ച ഇതെന്താ വെച്ചാല് ആ ട്രൂത്ത്, ഇഫ് യു റിയലി ഹിയറിംഗ് ദ ട്രൂത്ത്, യു ഗോണ കീപ് ഹിയറിംഗ് ദ ട്രൂത്ത്, ഇറ്റ്സ് ഗോണ ഗെറ്റ് ഇറ്റ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവവചനത്താലും. ഓക്കെ, ഞാനൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, വിശ്വാസം കേൾവിയാലും കേൾവി ഒറിജിനൽ ഗ്രീക്കില് ക്രിസ്തുവിന്റെ റീമ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന് പറയുമ്പോൾ എങ്ങനെയാ ചോദിച്ചാല് നമ്മളിപ്പോൾ ഇന്ന് കേട്ടു, ഇപ്പം ഞാൻ ഈ പറയുന്നത് കേട്ടു, അപ്പച്ചന് അത് ഓപ്പൺ ആണെങ്കിൽ അപ്പച്ചന് ഇപ്പോൾ പോകുന്ന വഴിക്ക് അകത്തുനിന്ന് ശബ്ദം കേൾക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഓൾ ഓഫ് എ സഡൻ ഏതാണ്ടൊരു കാര്യം ഇങ്ങനെ നമുക്ക് അകത്തോട്ട് വന്ന് വീഴുന്ന പോലെ യു റിയലി ഫീൽ ഇറ്റ്, യു റിയലി നോ ദാറ്റ്, ഓ ഐ ഗാട്ട് ഇറ്റ്. അപ്പം അതാ പറഞ്ഞ റെവലേഷൻ എന്ന് പറയുന്നത്. അപ്പച്ചന് ആ റെവലേഷൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്യുക.
ഫെയ്ത്ത് കമത്ത് ബൈ ഹിയറിംഗ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. അത് കേൾക്കാതെ, അത് അകത്തുനിന്നുള്ള ഒരു ഇലുമിനേഷനായിട്ട് അകത്തുനിന്നുള്ള വോയിസ് കേൾക്കാതെ അപ്പച്ചൻ ഇനി ഞാൻ ഇവിടുന്ന് എത്ര പറഞ്ഞാലും ഈസ് നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഇൻ യുവർ ആസ് എ ഫെയ്ത്ത് ആയിട്ട് അത് ഉത്ഭവിക്കത്തില്ല. Are you getting it? അതുകൊണ്ടാണ് ഇപ്പം ഇന്നത് കേട്ട വചനം അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കത് പോയി മെഡിറ്റേറ്റ് ചെയ്യാതെ ഇത് നിങ്ങൾക്കകത്ത് ഉരുവാകാൻ പോകത്തില്ല. ടോം പറഞ്ഞെന്ന് പറയും. Are we connected? ഞാൻ മരിച്ചെന്ന് എനിക്കിപ്പോൾ പരിപൂർണ്ണ വിശ്വാസമുണ്ട്. ഒരു 5-8 വർഷം മുമ്പ് ഞാനൊരു ദേവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ട് I've been crucified with Christ 2000. അപ്പോൾ എനിക്ക് what he's saying? എനിക്കിപ്പോൾ പറയാൻ പറ്റും yes, I've been crucified with Christ. I'm dead to sin. Because it took me so many years to boldly say that yes, I'm dead to sin. I'm dead to sin. I'm crucified with Christ. Whatever maybe I'm experiencing, I'm dead to sin. I'm dead to sin. I'm not looking lost for to control my sin. I'm dead to sin. That's what I'm going to believe it. That is the truth. അതുകൊണ്ട് യേശു പറഞ്ഞത് സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. എന്തോ സ്വതന്ത്രരാക്കുന്നത്? The only truth will set you free, nothing else. That's why നമ്മൾ എവിടെ പോയാലും, ചർച്ചിൽ പോയാലും കൂട്ടായ്മയ്ക്ക് പോയാലും the truth is coming out or not. സത്യം വെളി വരുന്നെങ്കിൽ ആ കൂട്ടായ്മ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. You're just wasting your time. You may get fellowship കിട്ടുമായിരിക്കും, you may get like a group of people hang around with ഒരു group of ഒരു ഇത് കിട്ടുമായിരിക്കും, അതിനകത്തൊരു എൻജോയ്മെന്റ് ഉണ്ട്. I'm not saying that. പക്ഷേ if you're not getting the truth, you're not going to see the deliverance. You shall know the truth and the truth shall set you free. We'll go fast. ഇനി അടുത്ത് നോക്കണേ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരിക. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. നമ്മൾ ഇതും 1 Peter 2:24 തമ്മിൽ കണക്ട് ചെയ്യണം. ഒന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒന്ന് പത്രോസ് പറയുന്നു. ഒത്തിരി പേർക്ക് പൗലോസ് എന്ന് കേൾക്കുമ്പോഴേ പറയും don't quote anything with Paul's gospel because I don't want to hear. എന്നോട് ഒരാൾ പറഞ്ഞതാണ് whether it is Paul or Peter, it is all by the inspiration of Holy Spirit. You have to receive that. Whether it is Paul, Peter or anybody, if it is in the Bible, it is inspired by the Spirit of God. So now say അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. യേശു ഒരിക്കലായിട്ട് പാപസംബന്ധമായി മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അപ്പോൾ യേശു പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, ഇപ്പൊ ജീവിക്കുന്നത് ദൈവത്തിന് ജീവിക്കുന്നു. ഇത് യേശുവിന്റെ കാര്യം പറഞ്ഞത്. If you know the Bible logic, if that is what happened to Jesus, it happened to you. Okay? അത് അടുത്ത വെക്കുന്നത് ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. Are you saying that? ഔവണ്ണം ആദ്യം യേശുവിന്റെ കാര്യം പറഞ്ഞു. യേശു പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. ഞാനും ഒരിക്കലായിട്ടാണ് മരിച്ചത്. ഞാൻ വിശ്വസിച്ചാൽ മതി. I know that if you preach this, most churches like, oh, what are you saying? പുതിയ സൃഷ്ടിയായി. I want to get these 2 verses very, very clear. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. I want to post this like, are you counting yourself dead to sin and living unto God? എണ്ണാൻ തുടങ്ങുക അന്നേരം അറിയാം, വിവരം അറിയും. എണ്ണാത്തത് കൊണ്ടാണ് യേശുവിന് എന്ത് സംഭവിച്ചോ അത് നിനക്കും സംഭവിച്ചു എന്ന് നീ കൗണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് you going to see the difference. It happened to me. Can you say boldly? ആദ്യം പറയാൻ ഇച്ചിരി വിഷമമായിരിക്കും, പക്ഷെ when this truth started growing, you will be bold. You will be bold. Not looking at my own flesh, I'm looking at the cross. I'm going to believe that truth more than what I'm experiencing on my physical sense. Are you saying that this is a challenge? You might be experiencing totally different thing, but you are looking at the cross and say, that is my reality. I'm believing that reality. You got that? That is so powerful verse. Likewise, you also yourself to be dead indeed unto sin, but alive unto God through Jesus Christ our Lord. ഇതിനകത്ത് ഒരു ഭയങ്കര ഒരു ട്രൂത്ത് ഉള്ളത്. Yeah. Now, okay, എണ്ണുവീൻ എന്നുള്ള വാക്യം
ഇംഗ്ലീഷിൽ if you go and look at the original word for that എണ്ണുവീൻ എന്നുള്ള ആ വേർഡ് റക്കൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. reckon yourself to be dead to sin. റക്കൺ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, റെക്കൺ എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് ടെർമിനോളജിയാണ് റക്കൺ എന്ന് പറയുന്നത്. ആ അക്കൗണ്ടൻസിയിൽ മാത്രമേ ഉള്ളൂ എക്സാക്ട്ലി റെക്കൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് 10 രൂപ കിട്ടിയാൽ 10 രൂപ നമ്മൾ അക്കൗണ്ടിലോട്ട് ആഡ് ചെയ്യും. പക്ഷെ വേറൊരു കാര്യം നമ്മൾ എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ 2 പിക്ചർ തമ്മിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ വേറൊരു കാര്യവും ഈ അക്കൗണ്ടൻസിക്ക് റെക്കൺ എന്ന് പറയുന്നത് വേറൊരു കാര്യവും നമുക്ക് അങ്ങനെ ആക്യുറേറ്റായിട്ട് റെക്കൺ ചെയ്യാൻ പറ്റത്തില്ല. കറക്റ്റ് മൂല്യം ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു പിക്ചർ എടുക്കുക, ആ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ആ പിക്ചറിൻ്റെ മൂല്യം നമുക്ക് അറിയത്തില്ല. പക്ഷേ ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ അതിന് ലോകത്തിൻ്റെ എവിടെ പോയാലും 10 തന്നെ. റെക്കൺ യുവർ സെൽഫ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞാൽ ഒരു പിക്ചർ എടുത്താൽ ആ പിക്ചറിൻ്റെ മൂല്യം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരൻ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മൂല്യം ഡിഫറെൻ്റ് ആയിരിക്കും, ഇന്ത്യയിൽ പോകുമ്പോൾ അതിൻ്റെ മൂല്യം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ റെക്കൺ ദാറ്റ് അക്കൗണ്ടിങ് ടെർമിനോളജി ഈസ് യൂസ് ഫോർ നമ്പേഴ്സ്. ദാറ്റ്സ് ലൈക്ക് 15 means 15 all over. അവണ്ണ നിങ്ങളും. അപ്പം ഇന്ന് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ കൂടി വരുമ്പോൾ എന്ന് പറയാം, നീ മരിച്ചിരിക്കുമോ മോനെ, പാപസംബന്ധമായി മരിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും പാപസംബന്ധമായി മരിച്ചവരാ. ഇനി ഞാൻ പാപം ചെയ്യരുതെന്നല്ല പറയുന്നത്, നീ മരിച്ചെന്ന് വിശ്വസിക്കാനാണ് പറയുന്നത്. ലെറ്റ്സ് സേ ടുഗെദർ, നമുക്ക് പറയാം, നമ്മൾ ഓരോരുത്തരും പാപസംബന്ധമായി മരിച്ച് ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരാ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. ലെറ്റ്സ് സേ ദിസ് വേർഡ്സ്. അവണ്ണം നമ്മളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും ഞങ്ങളെ തന്നെ എണ്ണിയിരിക്കുന്നു. ഇനിയും അതിനെതിരായിട്ടുള്ള ടീച്ചിങ് ചെയ്യുന്നിടത്ത് പോയി മിക്സ് ചെയ്യല്ലേ. I'm not trying to get more people here, but that is the truth. ഇനി നിങ്ങൾ നാളെ ചെന്ന് വേറൊരിടത്ത് കേൾക്കുമ്പോഴത്തേക്ക് വേറെ ആയിരിക്കും കേൾക്കുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് യു ആർ കൺഫ്യൂസ്ഡ്. I'm taking the Bible verse. I'm not taking any logic ഒന്നുമല്ല പറയുന്നത്. ബൈബിളിലെ വാക്യം എടുത്ത് അതുപോലെ പറയുക. ഓക്കെ, ആകയാൽ ഇനി നോക്കണേ, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത്. ദൈവം പറയുന്നത് ഇനിയും പാപത്തിനകത്ത് നിനക്ക് ജീവിക്കാൻ എക്സ്ക്യൂസ് ഇല്ല. There is no excuse for a believer to live in sin because everything is done. There is no excuse. If anybody is looking for excuse, it's not a license. There is no excuse for you to do sin. If you are preaching the true grace message, you're dead to sin. There's no excuse for you to live in sin anymore. We're not looking for license. You're believing that you're dead to sin. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. എങ്ങനെയാണ് നമ്മൾ സമർപ്പിച്ചു കൊള്ളുന്നത്? എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുന്നത്? By believing. ഇവിടെ ഒരു പ്രവൃത്തിയല്ല. ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ യേശു ചെയ്തതിൽ വിശ്വസിക്കുക. അഴുകരി ഞാൻ എൻ്റെ അവയവങ്ങളെ കർത്താവിന് സമർപ്പിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ക്രിസ്തുവിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് ദൈവത്തിന് ജീവിക്കുന്നുവെന്ന് എന്നെ തന്നെ എണ്ണുമ്പോൾ ഞാൻ സമർപ്പിക്കപ്പെട്ടു. ആ ഓരോ ദിവസവും ദൈനംദിന ജീവിതത്തിൽ എവറി ഡേ ആ ട്രൂത്ത് വിൽ യു ഷുഡ് ഞാൻ പാപത്തിന് മരിച്ചു ദൈവത്തിന് ജീവിക്കുന്നവനാണെന്ന് ഓരോ ദിവസവും നമ്മളെ തന്നെ എണ്ണുമ്പോഴത്തേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞു. കർത്താവ് ഇനി എന്നെ ചോദിച്ചാൽ ഇനിയും കർത്തൃത്വം യേശുവിന് കൊടുത്തു കഴിഞ്ഞു. ഇനി പാപം നമ്മുടെ മേൽ ഇനി ആ വാക്യമുണ്ട്, പാപം നമ്മളെ കർത്താവിന് നമ്മുടെ കർത്തൃത്വം പറ്റത്തില്ല. ഇനി ഈ ഒരു വാക്യം സാധാരണ ചർച്ചകൾ എടുക്കുകയല്ല. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കൃപയ്ക്ക് കർത്തൃത്വം കൊടുത്താൽ കർത്താവ് ഇനി നയിക്കുന്നത്. നീ കർത്താവിന് കർത്തൃത്വം കൊടുത്തു കഴിഞ്ഞാൽ പാപം നിന്റെ മേൽ കർത്തൃത്വം ഒരിക്കലും എടുക്കുകയില്ല. Are you seeing it?
സോ എന്ത് ചെയ്യണം? നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഒരു വ്യക്തി ഈ ലോകത്തിൽ നയിക്കണമെന്നുണ്ടല്ലോ. what shall we do? This is the question of the whole world. What shall we do to lead a holy life? That question itself is wrong. If you really understand the gospel truth, that question itself is wrong. What shall I believe and grow in the knowledge? I'm going to stop it because there is a lot of things. Are we getting it? I was planning to talk about something different, but I think it's already too much. Okay, let's finish up this one. എന്നാൽ എന്ത് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുകയെന്നോ ഒരു നാളും വരുത്. പാപം ചെയ്യാൻ പറ്റത്തില്ല. If you grow in that knowledge, you're detached from the sin. You're detached from the power of the sin. Yeah, that is another thing. അതോടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യാം. ഇതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ട്രൂത്താണ്. ഈ വാക്യം വെച്ചേ. അതുകൊണ്ട് സഹോദരന്മാരെ, ദൈവത്തിന് ഫലം കായ്ക്കുന്ന സഹോദരൻ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവന് വേറൊരുവന് നിങ്ങളും let's read this. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെല്ലാം എവരിബഡി റീഡ് ദിസ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുത്തന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. This is the Bible verse. ന്യായപ്രമാണ സംബന്ധമായി നിങ്ങൾ മരിച്ചിരിക്കുന്നു. ദൈവത്തിന് ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഡൂസ് ആൻഡ് ഡോൺസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പുറകെ പോയാൽ നിനക്കൊരിക്കലും ദൈവത്തിന് ഫലം കായ്ക്കാൻ പറ്റത്തില്ല. ദാറ്റ്സ് വാട്ട് ദിസ് വേഴ്സ് സേസ്. ദാറ്റ് നീ ദൈവത്തിന് ഫലം കായ്ക്കണമെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണ സംബന്ധമായി ഞാൻ മരിച്ചു, പാപത്തിന് ഞാൻ മരിച്ചു, അതുകൊണ്ട് ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു, ഇനിയും ഞാൻ വേറൊരുത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത് പറഞ്ഞാൽ യേശുവിൻ്റെ ലൈഫിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ആ ലൈഫാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. We get this? അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കണം, നമ്മൾ ഈ വാക്യം ശരിക്കും വായിച്ചാൽ ന്യായപ്രമാണ ക്രൈസ്റ്റ്, we are dead to law. We are dead to sin, dead to law. We are dead to sin, therefore we are dead to sin, therefore we are dead to law. I'm closing this. Okay, ഒരു കാര്യം കൂടെ ഉണ്ട്. അത് I don't know, it's like it will take time. ഈ പൗലോസ് റോമൻസ് 7-നകത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇത് തന്നെ, നമുക്കകത്ത് ഇപ്പോഴും സിന്നുണ്ട്. രക്ഷിക്കപ്പെട്ടിട്ടും our body is still Adamic. ആദാമിൻ്റെ ശരീരമായത് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിന് വ്യത്യാസങ്ങളൊന്നും വന്നില്ല. ആദാമിൻ്റെ അതേ ശരീരമാണ് നമുക്ക്. അപ്പോൾ ആദാമ്യ പാപം നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴും ഉണ്ട്. ആ ശരീരത്തിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശ് മരണം കഴിഞ്ഞിട്ടും നമ്മൾ ഇന്നും ഫിസിക്കലി നമുക്ക് മരിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ വിചാരിച്ച കർത്താവ് ഇത്രയെല്ലാം ചെയ്തെങ്കിൽ പിന്നെന്തിനാ നമ്മൾ മരിക്കുന്നത്? ദിസ് ഇസ് ദ റീസൺ. ദ സിൻ ഈസ് there is residual sin in the body. Okay, this is powerful. Okay, sin is still in our body. Okay, ഞാൻ 17 we'll go and close it soon, so ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് 16 വെച്ചാൽ ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അപ്പം പൗലോസാ പറയുന്നത്, പൗലോസ് റോമൻ 6 കഴിഞ്ഞിട്ടാണ് 7 പോകുന്നത്. ദാറ്റ് മീൻസ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ട്രൂത്ത്. എന്നെങ്കിലേ നമുക്ക് വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് യു ഹാവ് സിൻ ഇൻ ദ ബോഡി, ഇൻ ദ ഫിസിക്കൽ ബോഡിക്കകത്ത് ദർ ഇസ് സിൻ ഇൻ ഇറ്റ്. ആൻഡ് എന്നിലെന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യമുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്ര ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലും അതിനെ പ്രവർത്തിക്കുക ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. ഓക്കെ, അപ്പം ഞാൻ ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. സോ ദ തിങ് ഈസ് ലൈക്ക്, ഈവൻ ദോ യു ആർ ബോൺ അഗെയിൻ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, അകത്തെ മനുഷ്യൻ ബ്രാൻഡ് ന്യൂ ആയി, യേശുവിനെ പോലെ ആയി. എന്നാലും പുറത്തെ മനുഷ്യൻ, നമ്മുടെ ശരീരം
നമ്മുടെ ശരീരം ഇപ്പോഴും വീണുപോയ ആദാമിൻ്റെ ശരീരമാണ്. അതുകൊണ്ട് ഈ ശരീരത്തിനകത്ത് പാപം വസിക്കുന്നുണ്ട്. Did you get this point? ശരീരത്തിനകത്ത് sin is. അപ്പം നേരത്തെ ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഇനി ഇത് പിടിയിട്ടിക്കണം. അപ്പൊ ആ സിന്ന് അവിടെ ഉണ്ട്, റെസിഡുവൽ സിൻ. അതുകൊണ്ടാണ് നമ്മൾ ഭൗതികമായി മരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ഫിനിഷ്ഡ് വർക്ക് എന്ന് പറഞ്ഞിട്ട് പോലും യു സ്റ്റിൽ ഹാവ് ടു ഡൈ, because the sin of the Adam is passed on to our body and that residual sin is in our body. So ഇനി നമ്മൾ എങ്ങനെ ആ റെസിഡുവൽ സിൻ അവിടെ കിടക്കുമ്പം നമ്മൾ എങ്ങനെ അതിനകത്തുനിന്ന് ഡെലിവറൻസ് കിട്ടുന്നത്? You have every person in the world, whether you're born again or not, that body has the residual sin. ഇനി ആ റെസിഡുവൽ സിന്നിനെ ആക്ടിവേറ്റ് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ചെയ്യാതിരിക്കാവോ? ഇറ്റ് ജസ്റ്റ് റിമെയിൻ ഡെഡ്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇറ്റ്സ് ലൈക്ക് നമ്മൾ നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് താഴെ കുറച്ച് മട്ടുണ്ടെന്ന് വിചാരിച്ചോ, കുറച്ച് മഡുണ്ട്. ആ മഡ് നമ്മൾ കലക്കാതിരിക്കുവാണെങ്കിൽ we can drink. As long as you don't stir up the water to the bottom, you still can drink, but if you stir up, it's not good. തൊടാതിരുന്നാ മതി. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ദിസ് ഈസ് ദ കാതലായിട്ടുള്ള പോയിന്റ്. ഇതാണ് ചർച്ച നടക്കുന്നത്. ഈ മട്ട് കലക്കുന്ന ജോലിയാ. പ്രസംഗക്കാരെല്ലാം വന്നിട്ട് ഈ മട്ട് കലക്കുക, സ്പൂൺ കൊണ്ടിട്ട് ഇളക്കുക. സോ ഒരു കുരങ്ങനെ കാണുമ്പോൾ നമ്മൾ കുരങ്ങനെ പോലെ സൂയിപ്പോയി ഒരു കുരങ്ങനെ കണ്ടു, നമ്മൾ കുരങ്ങനെ പോലെ ഒന്ന് ആക്ട് ചെയ്യും. പക്ഷെ നാട്ടുകാരൊക്കെ നമ്മളോട് കുരങ്ങനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുരങ്ങനാണ്. ഒരു പ്രാവശ്യം കുരങ്ങനെ പോലെ ആക്ട് ചെയ്യാൻ നമ്മൾ കുരങ്ങനായില്ല. യഥാർത്ഥത്തിൽ എന്നെ മനു തന്നെ വിളിക്കണം ചർച്ച, അല്ലാതെ കുരങ്ങനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ കുരങ്ങനെ പോലെ ആയിപ്പോ. ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇതൊരു കാതലായിട്ടുള്ള പോയിന്റാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ന്യായപ്രമാണത്തിലുള്ള പ്രസംഗങ്ങൾ കേൾക്കരുതെന്ന് പറയുന്നതിന്റെ റീസൺ എന്താ ചോദിച്ചാൽ, ഈസ് ഗോയിങ് ടു സ്റ്റിർ അപ്പ് ദ സിൻ ദാറ്റ് ഈസ് ഇൻ യു. Will you get the point? Are you getting it? Sin is still in the body. അതുകൊണ്ടാണ് Romans 7 is very കാതലായിട്ടുള്ളൊരു കുറച്ച് ട്രൂത്ത് റിവീൽ ചെയ്യുന്ന ചാപ്റ്ററാണ് Romans 7. It took me many years to get it. Many years. I keep reading, what is this Lord? I don't understand it. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ. ടോട്ടലി അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യും. കണ്ടില്ലേ, യേശുവിൻ്റെ കാൽവറി ക്രൂസിൽ എല്ലാം ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞിട്ടും നമുക്ക് ആ ഫിനിഷിങ്ങിൻ്റെ ഫുൾഫിൽമെൻറ്റ് നമുക്ക് വരുന്നത് നമുക്ക് പുതിയ ശരീരം വരുമ്പോഴാണ്. ഈ ശരീരത്തിൽ നമുക്ക് ആ ഇത് കിട്ടിയിട്ടില്ല. വർക്ക് ഈസ് കംപ്ലീറ്റഡ്. യേശുവിൻ്റെ വർക്ക് ഈസ് കംപ്ലീറ്റഡ്, ബട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ദ ന്യൂ ബോഡി. ആ ബോഡി വിൽ നെവർ ഡൈ. We already have a born again spirit, eternal life, never die forever. That is who we are. ആക്ടിവേറ്റ് ചെയ്യാതിരുന്നാൽ മതി. ഫ്ലഷിന് എപ്പോഴും ഇഷ്ടം ലോ ചെയ്യുക. ഫ്ലഷിന് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം കേൾക്കുന്നതാണ് നമുക്ക് ഇപ്പം നമ്മൾ സാധാരണ പറഞ്ഞൊരു പ്രസംഗം കേട്ടു, പാസ്റ്റർ എന്ത് നല്ല പ്രസംഗമായിരുന്നു, പാപത്തെക്കുറിച്ച് അങ്ങ് ഭയങ്കരമായിട്ട് ഇളക്കി. He only revived the sin. ഇത് ഞാൻ കാണിക്കാം. The law kills എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ killing you softly. അപ്പം ഈ ന്യായപ്രമാണം എന്ന് പറയുമ്പം നമുക്ക് കേൾക്കാൻ രസമാണ്. പറഞ്ഞ ഒരാൾ പറയാ, നീ പാപം ചെയ്യരുത്, പാപം ചെയ്യരുത്, സിഗരറ്റ് വലിക്കുന്ന, കള്ള് കുടിക്കുന്ന എല്ലാം പാപോ. കേൾക്കാൻ രസമാണ്. അല്ല, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് രസമാണ്. അപ്പം നമ്മൾ ഇറങ്ങി വെച്ചൊരു ഭയങ്കര മെസ്സേജ്. പക്ഷേ എത്ര ഡെലിവറൻസ് കിട്ടുന്നുണ്ട്? നീ നാളെ അത് തന്നെ സിഗരറ്റ് വലിക്കുന്നത് നാളെയും പോകും. ബിക്കോസ് എന്താ ചോദിച്ചാൽ യു സ്റ്റിർ അപ്പ് ദ സിൻ. യു ജസ്റ്റ് സ്റ്റിർ അപ്പ് ദ സിൻ. ഇറാഡിക്കേറ്റ് ചെയ്യുന്ന ഇങ്ങനെ അപ്പച്ച എന്ന് പറഞ്ഞാൽ സിൻ ഇസ് സ്റ്റിൽ ദെയർ, ബട്ട് ഐ ആം ഗ്രോയിങ് ഇൻ ദ നോളജ് ദാറ്റ് സിന്റെ പണിഷ്മെന്റ് യേശു കാൽവറി ക്രൂസിൽ എടുത്തു. ഇനിയും അതിന്റെ പവർ ഓഫ് സിൻ ഇസ് ഗോൺ, ദ പ്രസൻസ് ഓഫ് സിൻ ഇസ് ദെയർ. അയ്യോ, ദാറ്റ്സ് എ കാതലായിട്ട് പോലെ
The presence of sin is still in the body, but that power has been taken out. അവിടെ കിടപ്പുണ്ട്. അവിടെ കിടപ്പുണ്ട്. അതിനെ നീ ഇളക്കായിരുന്നാ മതി. അതിനാ പറഞ്ഞത് കൃപയിൽ കൃപ കൃപ. അത് ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ടാ കൃപ കൃപ എന്ന് പറയുന്നത്? നീ ന്യായപ്രമാണത്തിന് നീ അധീനനാകരുത്. കൃപയ്ക്ക് അത്രേ അധീനനാകയാൽ പാപം നിന്നിൽ വാഴുകയില്ല. പാപം നിന്നിൽ വസിക്കുന്നുണ്ട്, പക്ഷെ വാഴത്തില്ല. യുഗം തന്നെ കൃപായുഗം, കൃപയുടെ യുഗം. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. എനിക്ക് ന്യായപ്രമാണത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ രസിക്കുന്നുണ്ട്, പക്ഷെ രസിക്കുന്നതല്ലാതെ അതുകൊണ്ട് എനിക്ക് വിടുതൽ കിട്ടുന്നില്ല. ഈ രസിക്കുന്ന കാര്യം എനിക്ക് ഫുൾഫിൽമെന്റിലേക്ക് വരുന്നില്ല. സിഗരറ്റ് വലിക്കരുത്, കള്ളു കുടിക്കരുത്, ഇന്നത് പറയരുത്, ഇന്നത് ചെയ്യരുത് പറയുന്നുണ്ട്, രസിക്കുന്നുണ്ട്. അത് നല്ല പ്രമാണം, നല്ലത് തന്നെ. പക്ഷെ പ്രോബ്ലം എന്ന് ചോദിച്ചാൽ അത് എൻ്റെ ഫുൾഫിൽമെന്റിലോട്ട് കൊണ്ടുവരത്തില്ല. കണ്ണാടിക്കകത്ത് നോക്കുന്നതല്ല. കണ്ണാടി നിന്റെ വീക്ക്നെസ് റിവീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ കണ്ണാടിക്ക് നിന്റെ വീക്ക്നെസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പോയിട്ട് ഇങ്ങനെ നോക്കുക, കണ്ണാടി റിവീൽ ചെയ്യും, എക്സാക്ട്ലി റിവീൽ ചെയ്യും, ദിസ് ഇസ് വാട്ട് യു ആർ. പക്ഷെ കണ്ണാടി കനോട്ട് ഹെൽപ്പ് യു ടു ഡു എനിത്തിങ് ടു ചേഞ്ച് യുവർ ഫേസ്. Same thing, the law will reveal who you are in the flesh. I think Baiju, this is too much. I know it. ഞാൻ പറയട്ടെ, ഈ Romans 7 ഒരു 5-8 വർഷമായി. I can see that if you haven't read this, like he will say, oh my God, what is this Tom say? Oh wretched man that I am, who shall deliver me from the body of this death? എന്നെ ആര്, ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ആ വിടുതൽ തന്നെ എങ്ങനെ ചോദിച്ചാൽ, the presence of sin is there, പക്ഷേ the power of sin has been uprooted on the cross by Jesus. Serena, can you look at the communion? We'll take the communion. We'll see the healing tonight. Like 2000 വർഷം മുമ്പേ യേശു എൻ്റെ പാപം മൊത്തം, ഞാൻ പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ എൻ്റെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം. ഇന്ന് പക്ഷേ ഒരു പക്ഷേ ഞാൻ മരുന്നെടുക്കുന്നതായിരിക്കും, ഒരു പക്ഷേ നാളെ ഞാൻ ഡോക്ടറെ അടുത്ത് പോകുന്നതായിരിക്കും, പക്ഷേ എൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുക.